ഈ ബാസിൽ വെച്ചുകൊണ്ടിരിക്കുന്ന താടിയും വെച്ച് അവിടെ നടന്ന് അവർ പകുതി പഠിച്ചു വിടും, ബാക്കി വീട്ടിൽ പോയി പഠിക്കാൻ പറയും. കാരണം അതവിടെ പറയുന്നത് അത് താലിബാനിസത്തിന്റെ ലക്ഷണമാണെന്നാണ് പറയുന്നത്, തീവ്രവാദികളുടെ ലക്ഷണമാണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ ജിഹാദികളുടെ ആവശ്യം എന്താണ്? ഇത് മതകീയമായിട്ട് ഇതിനെ ഒരു വിഷം കലക്കിയിട്ട് അതിൽ മീൻ പിടിക്കുന്ന ഒരു പണി, അതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ അവസരം കൊടുക്കാൻ പാടില്ല. അത് ഏത് വിസ്ഡം ജിഹാദി ആയാലും അതിനെതിർത്ത് പറഞ്ഞിരിക്കണം. ശരി. എത്ര നിഷ്കളങ്കൻ! അതായത് എല്ലാ മതങ്ങൾക്കും ഇതുപോലെ കുറി തൊട്ടും കൊന്ത തൊട്ടും ഇതേപോലെ കുരിശ് വരച്ചൊക്കെ വരാനുള്ള അവകാശം അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് ഏറ്റവും മഹനീയമായ സാധനം എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. എത്ര നിഷ്കളങ്കം! അങ്ങനെ മതേതരപരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിലേക്ക് ഈ മതത്തിന്റെ സാധനങ്ങൾ ഇടിച്ചു കയറ്റിക്കൊണ്ട് അത് തങ്ങളുടെ മതത്തിന് ആവശ്യമുണ്ട് എന്ന് വരുത്തി തീർത്ത് അതിന്റെ ഭാഗമായിട്ട് അത് ഇടിച്ചു ചേർത്തിട്ട് അതിനെതിരെ മിണ്ടാണ്ടിരിക്കെ ആസ്വബ്രൻ ഇസ്വൽ ഈമാൻ മിണ്ടാണ്ടിരിക്കെ. ഓക്കെ, അതിനെതിരെ ഒരു വിമർശനം വരുന്ന സമയത്ത് ഇതിട്ടാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ഊള ചോദ്യമായിട്ടാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ അനുവദിക്കാൻ പാടില്ല. കാരണം എന്താണ്? ഇവരുടെ ലക്ഷ്യം ഇത്തരത്തിലുള്ള സംഗതികളിലേക്ക് മതം ഇടിച്ചു കയറ്റി ഇത് ബാക്കിയുള്ള ആളുകളെ കൊണ്ടും കൂടി ഇത് സംസാരിപ്പിച്ച് അതിന് പേരിലുണ്ടാകുന്ന സംഗതികളിൽ മുതലെടുപ്പ് നടത്തുക. ഇതാണ് ഇവിടെ ആവശ്യം. നമ്മളിവിടെ കണ്ടു SDP എന്താ ആവശ്യപ്പെട്ടത്? ഇതിന്റെ പേരിൽ ഒരു സർക്കുലർ ഇറക്കട്ടെ എന്ന് പറയുന്നിടത്ത് തന്നെ ഇതിന്റെ കള്ളക്കളി മുഴുവൻ വെളിച്ചത്തായില്ലേ? ഇനിയിപ്പോ ഇതിൽ കടന്നു മെഴുകേണ്ട കാര്യം എന്താ ഉള്ളത് എന്റെ പൊന്നു ബാസിലെ? അപ്പൊ ആ തരത്തിലുള്ള ഉടായ്പൊക്കെ മാറ്റി വെക്കുക. നിങ്ങൾ പണ്ടേ ഉടായ്പാന്ന് നമുക്കറിയാം. നമ്മളിവിടെ പറയുന്നത് എന്താണ്? ഇവിടെ എത്ര ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്? ഇവിടെ സൗദി അറേബ്യയിലടക്കം ഇത്തരത്തിലുള്ള സംഗതികൾ നടക്കുന്ന സമയത്ത് സ്കൂളുകളിൽ ഈ ഹിജാബ് നിരോധിച്ചതാണ്. താജിക്കിസ്ഥാൻ 70-80% മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ്. ഇവര് തന്നെ വലിയ സംഭവമായിട്ട് കൊണ്ടുനടക്കുന്ന സാധനമാണ് ഇസ്ലാമിന്റെ ഏറ്റവും മഹനീയ ഉദാഹരണങ്ങളായിട്ട്. അവിടെ ഈ പറയുന്ന സാധനം സ്കൂളിൽ അനുവദിക്കോ? ഇല്ല. അവിടെ എന്താ ചെയ്യുന്നത്? അതിന് അവർ പറയുന്നത് ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് ഇൻക്രീസിങ് എക്സ്ട്രീമിസം. ഇതാണ് അവർ പറയുന്നത്. ഈ ബാസിൽ വെച്ചുകൊണ്ടിരിക്കുന്ന താടിയും വെച്ച് അവിടെ നടന്ന് അവർ പകുതി പഠിച്ചു വിടും, ബാക്കി വീട്ടിൽ പോയി പഠിക്കാൻ പറയും. കാരണം അതവിടെ പറയുന്നത് അത് താലിബാനിസത്തിന്റെ ലക്ഷണമാണെന്നാണ് പറയുന്നത്, തീവ്രവാദികളുടെ ലക്ഷണമാണെന്നാണ് അവർ പറയുന്നത്. എന്ത് പറ്റിയടാ? ഇതാണ് നാട്ടില് ഇന്ന് ഈ താടി വെക്കുന്നോണ്ടെയും ഈ തലയിൽ തട്ടിടുന്നോണ്ട അവസ്ഥ. തട്ടത്തിന്റെ കഥ നമ്മൾ പറഞ്ഞു, അപ്പിക്കുപ്പ എന്ന് വിളിക്കേണ്ട കാര്യമുള്ളൂ, വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. അതിലേക്ക് ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല, വേണേ കിടക്കാം. വന്നുകൊണ്ട് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയോടത്ത് തന്നെ ഇതിന്റെ പ്രശ്നം തുടങ്ങി കഴിഞ്ഞു. പ്രശ്നം തുടങ്ങി, അത് വലിയ ചർച്ചയാകുന്നു. അതിന്റെ പേരിൽ ഇസ്ലാം വരെ ഏറി പോകുന്ന അവസ്ഥ ഉണ്ടാവുമ്പോ ഇനി ഇത് അങ്ങനെയൊന്നും പറയരുത്. ഇത് വളരെ സെൻസിറ്റീവ് ആണ്. ഇപ്പോഴാണോ നിങ്ങൾക്ക് തോന്നി? ഇപ്പോഴാണോ നിങ്ങൾക്ക് സുബൈ ബാങ്ക് കൊടുത്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കുട്ടി നീ നന്നാവില്ല, അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? ഇത് നിങ്ങൾക്ക് പണ്ടേ തോന്നേണ്ടതല്ലേ? എന്തിനാണ് ഈ ഇത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് നിസ്കരിക്കാൻ സ്ഥലം വേണം, അല്ലെങ്കിൽ ഇതേപോലുള്ള സാധനം വേണം, സൂംബ നിർത്താൻ പാടില്ല, യൂണിസെക്സ് യൂണിഫോം പാടില്ല, ഇതേപോലെ ഏത് വിഷയം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഈ സ്വഭാവം നിങ്ങൾ ഈ സാധാരണ മുസ്ലിങ്ങളെയും കൂടിയാണ് ഇവിടെ കൊലയ്ക്ക് കൊടുക്കുന്നത്. അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? നിങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന ആളുകൾ. ഇവിടുത്തെ തീവ്രവാദികളായ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന വിസ്ഡം ഗ്രൂപ്പ് ഒക്കെ. നിങ്ങളാണ് സത്യത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അന്തകർ എന്ന് ഞാൻ പറയും. നിങ്ങളാണ് ഇവരെ കൊലയ്ക്ക് കൊടുക്കുന്ന ആളുകൾ. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അത് ആരിഫ് ഹുസൈൻ, ഇപ്പോൾ ഈ സമയത്ത് നടക്കുന്ന ചർച്ച അത് വിസ്തത്തിന്റെ വീഡിയോയിൽ താഴെ പോയാൽ മതി, അല്ലാതെ നോക്കിയാൽ മതി. എന്തിന് പഠിക്കണം മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികൾ? ഇനി എന്തിന് ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകളിൽ പഠിക്കണം എന്ന് ചോദിക്കുന്നിടത്ത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, അങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ടാകുമ്പോൾ ഇത് മറ്റൊരു തരത്തിലേക്ക് പോവുകയാണ്. ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇത് ഇവിടെ ഒന്നും നിൽക്കില്ല. ഇത് യൂണിസെക്സ് യൂണിഫോമിന്റെ അവിടെ വന്നു കഴിഞ്ഞാലും ശരി, ഇതല്ല ഈ സൂംബ വന്നാലും ശരി, ഇപ്പൊ ഈ പറയുന്ന സാധാരണ ഒരു യൂണിഫോമിന്റെ കാര്യമായാലും ശരി, എന്ത് തന്നെ ഇനി മുഖം മറയ്ക്കുന്നിടത്തായാൽ പോലും അതൊന്നും ഇവർക്ക് ചേരുന്ന കാര്യങ്ങളല്ല. ഇവരുടെ അൾട്ടിമേറ്റ് എന്താണ്? മറ കെട്ടി ആളുകളെ വേർതിരിച്ചിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ നാടിനെ താലിബാനിസമാക്കി മാറ്റുക. ഇതാണ് ഇവരുടെ ലക്ഷ്യം. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? ജി ലൂക്കോസ് സംസാരിച്ചപ്പോഴും പറഞ്ഞു, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയൊക്കെ മതത്തിന്റെ കാര്യം ചേർത്ത് പറയുന്നത് ശരിയാണെന്നൊക്കെ ചോദിച്ചു. നമ്മൾ എന്താ കണ്ടത്? ഇവിടെ എന്താണ് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് നടന്നിരുന്ന ആളുകൾ സ്വാമിയെ ശരണോ അയ്യപ്പ ഇങ്ങനെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയ ആളുകളാണ് ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ പറയുന്ന ഇടതുപക്ഷം എന്ന് പറയുന്നത് യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ്. അവര് ആർക്കാണ് ഈ നിന്ന് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജിഹാദികൾക്കാണ്. ആ ജിഹാദികൾ ഉണ്ടാക്കുന്ന കുഴിയിൽ പോയി ചാടി കൊടുത്തിട്ട് അവരുടെ വഴി എളുപ്പം വെട്ടി കൊടുക്കുന്ന ആളുകളായിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഈ ജിഹാദികളുടെ ആവശ്യം എന്താണ്? ഇത് മതകീയമായിട്ട് ഇതിനെ ഒരു വിഷം കലക്കിയിട്ട് അതിൽ മീൻ പിടിക്കുന്ന ഒരു പണി, അതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ അവസരം കൊടുക്കാൻ പാടില്ല. അത് ഏത് വിസ്ഡം ജിഹാദി ആയാലും അതിനെതിർത്ത് പറഞ്ഞിരിക്കണം. ഏത് വിസ്ഡം ജിഹാദി ആയാലും അതിനെതിർത്ത് പറഞ്ഞിരിക്കണം. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ.
മാമനോടൊന്നും തോന്നല്ലേ? ഓടി ഓടി ഓടി